Good morning. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIIMS Nagpur. നമ്മൾ ഫോട്ടോസിന്തസിന്റെ ഇന്നലെ സോൾവ് ചെയ്തത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻ 14 വരെയായിരുന്നു. 15th ക്വസ്റ്റ്യൻ തൊട്ട് ഇന്ന് സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 15th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ എ വേ ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സൈനോ ബാക്ടീരിയ ഹാവ് സിന്തസൈസ്ഡ് ഓൾ ദ ഫുഡ് ഓൺ ദി എർത്ത് കമന്റ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അവർ പറഞ്ഞിരിക്കുകയാണ് ഇന്ന വേ നമ്മൾ നോക്കിയാൽ ഗ്രീൻ പ്ലാന്റ്സും, അതായത് ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസൈസിങ് പ്ലാന്റ്സും സൈനോ ബാക്ടീരിയ വിച്ച് ഇസ് ബ്ലൂ ഗ്രീൻ ആൽഗയും ഓൾറെഡി ഓൾ ദ ഫുഡ് ഓൺ എർത്ത് ഓൾറെഡി സിന്തസൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെപ്പറ്റി കമന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ? നമുക്കറിയാം എന്ത് മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ്, അതായത് പലതരം പ്ലാന്റ്സിന്റെ അതിൽ തന്നെ മെജോറിറ്റി ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ചെയ്ത ബാക്ടീരിയ നമ്മൾ സൈനോ ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി വേറൊരു ക്വസ്റ്റ്യനിൽ ഡിസ്ക്രൈബും ചെയ്തിരുന്നു. അപ്പോ അത് ചോദിച്ചിരിക്കുന്നതിനെ പറ്റി പറയാം. സിന്തസൈസ്ഡ് ഓൾ ദ ഫുഡ് ഓൺ ദി എർത്ത്. അതിനകത്ത് എന്താ? പ്ലാന്റ്സ് ഫുഡ് സിന്തസൈസ് ചെയ്യാന്ന് പറയുന്നത് ആ പ്രോസസ്സ് അതെന്താണ്? അതായത് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പൊ അതിനർത്ഥം എന്താ? ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ആരാന്നാണ് അർത്ഥം? ഗ്രീൻ പ്ലാന്റ്സും സൈനോ ബാക്ടീരിയയും. അപ്പൊ ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് എത്ര വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഒന്നല്ല, ജസ്റ്റ് ഒന്ന് അവെയർ ആക്കാൻ ചോദിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസൈസ് ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ഗ്രീൻ പ്ലാന്റ്സും സൈനോ ബാക്ടീരിയയും ആണ്. ഇനി 16th ക്വസ്റ്റ്യൻ. Tomatoes, carrots and chilies are red in color due to the presence of one pigment. Name the pigment. Is it a photosynthetic pigment? നമുക്കറിയാം കളർ ഒരാൾക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്ലാന്റ്സിന് കളർ ഇമ്പാർട്ട് ചെയ്യുന്ന പിഗ്മെന്റ്സിന്റെ പല രീതികളുണ്ട്. അതിന്റെ ടൊമാറ്റോ, കാരറ്റ് ആൻഡ് ചില്ലീസിന്റെ പിഗ്മെന്റ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ചോദിച്ചിട്ട് ഈസ് ഇറ്റ് എ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിഗ്മെന്റ് ആണോ? വെൻ ഡു വി കോൾ എ പിഗ്മെന്റ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്? നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഒരു പിഗ്മെന്റ് നമ്മൾ വിളിക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ഒന്നാമത്തത് ഇറ്റ് ഷുഡ് ടേക്ക് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്. ആൻഡ് ഫോട്ടോസിന്തസിൽ അത് എന്ത് ചെയ്യണം? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം എന്താണ്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ ഫോട്ടോസിന്തറ്റിക് തൈലക്കോയിഡ്സ് ഉണ്ട്. ആൻഡ് ഈ തൈലക്കോയിഡ്സിലാണ് പിഗ്മെന്റ്സ് സാധാരണ കാണാറ്. അപ്പോ പിഗ്മെന്റ്സ് occurring on photosynthetic thylakoids of chloroplast. ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ മെയിൻ യൂണിറ്റ് ആയ ഫോട്ടോസിന്തറ്റിക് തൈലക്കോയിഡിന്റെ ഉള്ളിലാണ് പിഗ്മെന്റ്സ് കാണുന്നത്. ആൻഡ് അത് ഓൾറെഡി പ്രസന്റ് ആയിരിക്കണം ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. ആൻഡ് ഓൾസോ ടേക്ക് പാർട്ടും ചെയ്യണം. ഏത് പ്രോസസ്സിന്? ടേക്ക് പാർട്ട് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ ഫോട്ടോസിന്തസിസ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പിഗ്മെന്റിനെ എന്തെന്ന് വിളിക്കാം? ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് വിളിക്കാം. ഇനി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഇതിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. മെയിൻലി 2 ടൈപ്പാണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഉള്ളത്. അത് ഏതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നു? 2 ടൈപ്സ്. അതില് ഒന്നാണ് ക്ലോറോഫിൽ, വിച്ച് ഇസ് ദ മെയിൻ പിഗ്മെന്റ്. ക്ലോറോഫിൽ. ഇനി ക്ലോറോഫിൽ കൂടാണ്ട് നമ്മൾ ഓൾസോ പഠിച്ചിരുന്നു കെരോട്ടിനോയിഡ്സ്. ഇനി കെരോട്ടിനോയിഡ്സ് എന്താണെന്ന് നമുക്കറിയാം. ദേ ആർ ആക്സസറി പിഗ്മെന്റ്സ്. ആക്സസറി പിഗ്മെന്റ് അടിയിലാണ് കെരോട്ടിനോയിഡ് വരുന്നത്. ആൻഡ് ക്ലോറോഫിൽ എ മാത്രം ഏതിൽ വരുന്നത്? പ്രൈമറി പിഗ്മെന്റ് ആയിട്ട് വരും. ബാക്കിയുള്ള ബി, സി, ഡി ഒക്കെ അഗെയിൻ ആക്സസറി പിഗ്മെന്റിൽ വരും. അപ്പോ കെരോട്ടിനോയിഡ്സ് എങ്ങനെയുള്ള പിഗ്മെന്റ് ആണ്? യെല്ലോ, ബ്രൗൺ ടു റെഡിഷ് പിഗ്മെന്റ്സ് ആണ്. അവരുടെ കളർ യെല്ലോ, ബ്രൗൺ ടു റെഡിഷ് ആണ്. ആൻഡ് അവരും ക്ലോറോഫിലിന്റെ കൂടെ തന്നെ ഏത് നമ്മുടെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സെന്ററിന് സറൗണ്ട് ചെയ്ത് ഇൻസൈഡ് ക്ലോറോപ്ലാസ്റ്റ് തന്നെയാണ് കാണുന്നത്. അസോസിയേറ്റഡ് വിത്ത് ക്ലോറോഫിൽ. പക്ഷേ അവര് ക്ലോറോഫില് മാത്രമല്ല കാണുന്നത്, ഓൾസോ ക്ലോറോപ്ലാസ്റ്റിൽ മാത്രമല്ല കാണുന്നത്. ദേ ഓൾസോ അക്കർ ഇൻസൈഡ് ക്രോമോപ്ലാസ്റ്റ്. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. എന്താണ്? പ്ലാസ്റ്റിക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ കണ്ടെയ്നിങ് ആയിട്ടുള്ള പിഗ്മെന്റ് ഉള്ള പ്ലാസ്റ്റിക്സ് ആണ്. അതേപോലെ കളേർഡ് പിഗ്മെന്റ്സ് കണ്ടെയ്നിങ് ക്രോമോ എന്ന് പറഞ്ഞാൽ കളേർഡ് പിഗ്മെന്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഏതിനാണ്? ക്രോമോപ്ലാസ്റ്റിനാണ്. അപ്പോൾ they are associated with chloroplast. They are associated with chloroplast and also with chromoplast. ഇനി അവരെ വേറെ എന്ത് വിളിച്ചു? ആക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ് ആക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്? കാരണം അവർക്ക് കിട്ടുന്ന എനർജി അവർ ക്ലോറോഫിലിന് ഫൈനലി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് കെരോട്ടിനോയിഡ്സ് അഗെയിൻ അതിന്റെ ടൈപ്സ് പഠിക്കുകയാണെങ്കിൽ they are of 2 types.
ഒന്ന് കാരോട്ടീൻസ്, രണ്ട് സാന്തോഫിൽ. ഇനി കാരോട്ടീൻ എവിടെയാണ്? നമുക്കറിയാം കാരോട്ടീന്റെ വേറെ സബ് ടൈപ്സ് ഉണ്ട്. ആൻഡ് ആദ്യം പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാരോട്ടീൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് കാണുന്നത് ആർക്കൊക്കെ ഇമ്പാർട്ട് ചെയ്യുന്നത്? ടൊമാറ്റോയില് റെഡ് കളർ, ക്യാരറ്റിന്റെ ഓറഞ്ച് കളർ, ഇതൊക്കെ എന്താണ്? ഒരു കാരോട്ടീൻ പിഗ്മെന്റ് ആയ ലൈക്കോപീൻ കാരണം ഉണ്ടാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ കരോട്ടീനും ഈ ക്യാരറ്റിന്റെയും ടൊമാറ്റോന്റെയും കളർ ഇമ്പാർട്ട് ചെയ്യുന്ന പിഗ്മെന്റ് ഫോട്ടോസിന്തറ്റിക് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം മോസ്റ്റ് കോമൺ കരോട്ടീൻ കോൾഡ് ലൈക്കോപീൻ നമ്മൾ ഓൾറെഡി കണ്ടു, ക്യാരറ്റിലും ടൊമാറ്റോയിലും പ്രസന്റ് ആണ്. ആൻഡ് ഈ ക്യാരറ്റിലും ടൊമാറ്റോയിലും ഉള്ള കാരോട്ടീനെ വി കനോട്ട് കോൾ ദം ആസ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്. കാരണം എന്താ? കാരണം ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പ്രൈമറി പിഗ്മെന്റ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ടൊമാറ്റോ, ചില്ലി അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്ന ക്യാരറ്റിലൊന്നും. ആൻഡ് ഈ പിഗ്മെന്റ്സ് ആക്ച്വലി അവര് അബ്സോർപ്ഷൻ ലൈറ്റ് റിയാക്ഷന്റെ സമയത്ത് ലൈറ്റ് വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ദേ വർക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എക്സാക്ട്ലി വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ? ദേ ആർ ജസ്റ്റ് ആക്സസറി പിഗ്മെന്റ്സ്. ആക്സസറി പിഗ്മെന്റ്സ് എന്നും പറയാൻ പറ്റില്ല. ദേ ജസ്റ്റ് അബ്സോർബ് ഫോട്ടോസിന്തറ്റിക്കലി യൂസ്ഫുൾ ലൈറ്റ്. പക്ഷെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ്? നമ്മുടെ ക്ലോറോഫിൽ തന്നെയാണ്. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ടൊമാറ്റോ, കാരറ്റ്സ്, ചില്ലീസ് ആർ റെഡ് ഇൻ കളർ ഡ്യൂ ടു പ്രസൻസ് ഓഫ് വൺ പിഗ്മെന്റ്. നെയിം ദ പിഗ്മെന്റ്. അത് ഓൾറെഡി പറഞ്ഞു, കാരോട്ടീൻ. കാരോട്ടീനിൽ തന്നെ മോസ്റ്റ് കോമൺലി ലൈക്കോപീൻ ആണ് ഇവരിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഈസ് ഇറ്റ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗ്രീൻ അല്ലാത്ത വേറെ ഏത് കളറും പ്ലാന്റിൽ പ്രസന്റ് ആണെങ്കിൽ അത് ക്ലോറോപ്ലാസ്റ്റ് റെസ്പോൺസിബിൾ ആയിട്ടല്ല. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ക്രോമോപ്ലാസ്റ്റ്. ആൻഡ് ക്രോമോപ്ലാസ്റ്റ് എന്താന്ന് നമുക്കറിയാം, അതും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്ലാസ്റ്റിഡ് ആണ്, വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്. ആൻഡ് ഈ പ്ലാസ്റ്റിഡിൽ ഡിഫറെന്റ് കളേർഡ് പിഗ്മെന്റ്സ് ഡെവലപ്പ് ആവും. അതിലൊന്നാണ് ഈ കാരോട്ടീൻ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഫോട്ടോസിന്തറ്റിക്. അതായത് പിഗ്മെന്റ് ലൈക്കോപീൻ എന്ന് പറയുന്നത് ടൊമാറ്റോ, കാരറ്റ് ആൻഡ് ചില്ലീസിലും കാണുന്നത് ദേ ജസ്റ്റ് ഇമ്പാർട്ട് റെഡ് കളർ ടു ദം. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഫോട്ടോസിന്തറ്റിക്. അപ്പൊ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? നെയിം ദ പിഗ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കാരോട്ടീന്റെ ലൈക്കോപീൻ എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. ഇസ് ഇറ്റ് ഫോട്ടോസിന്തറ്റിക്? നോ. ഇനി 17th ക്വസ്റ്റ്യൻ. Why do we believe chloroplast and mitochondria to be semi-autonomous organelle? എന്തുകൊണ്ടാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റിനെയും മൈറ്റോകോൺട്രിയനെയും സെമി ഓട്ടോണോമസ് എന്ന് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഓൾറെഡി പറഞ്ഞു, ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയ നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്? അവർക്ക് ഓൺ DNA-യും റൈബോസോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നത് ദേ ആർ ആക്ച്വലി എന്ത് പഴയ ഏൻഷ്യൻ ടൈപ്പ് ഓഫ് സൈനോ ബാക്ടീരിയ എന്തോ ആയിരുന്നു, വിച്ച് വാസ് എൻഗൾഫ്ഡ് വിത്തിൻ നോർമൽ സെൽ. അപ്പൊ അങ്ങനെ എൻഗൾഫ്ഡ് ആയപ്പോ അവരെന്ത് ചെയ്തു? ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് അവരുള്ളിൽ പിന്നെ അങ്ങനെ തന്നെ എവല്യൂഷൻ നടന്ന് എല്ലാ സെൽസിന്റെ ഉള്ളിലും, എല്ലാ സെൽസിലുള്ള ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്ലാന്റ് സെൽസിന്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റും ബാക്കിയുള്ള മൈറ്റോകോൺട്രിയൽ സെൽസിന്റെ കണ്ടെയ്നിങ് ആയിട്ടുള്ള സെൽസിന്റെ ഉള്ളിൽ മൈറ്റോകോൺട്രിയും നമ്മൾ കണ്ടു തുടങ്ങി. അപ്പോ എന്ത് എഴുതാൻ പറ്റും? Why do we believe chloroplast and mitochondria to be semi-autonomous organelle? കാരണം എന്താ? മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും സെമി ഓട്ടോണോമസ്. ഓട്ടോണോമി എന്ന് വെച്ചാൽ എന്താ? സം amount of independence. They show some degree of autonomy or independence. ഏതിന്റെ കാര്യത്തിൽ? ഫങ്ഷനിങ്ങിന്റെ കാര്യത്തിൽ. in their functioning. ഇനി വൈ സെമി ഓട്ടോണോമസ്? എന്തുകൊണ്ട് ഫുള്ളി ഓട്ടോണോമസ് എന്ന് വിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അഗൈൻ ഈ രണ്ടും വെറും സെൽ ഓർഗനൽസ് മാത്രമാണ്. അതായത് വേറൊരു സെല്ലിന്റെ മറ്റൊരു സെല്ലിന്റെ ഉള്ളിലാണ് ഇത് ആക്ച്വലി സെൽ ഓർഗനൽ ആയിട്ട് ഉള്ളത്. ആൻഡ് ഇറ്റ് ഇസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ന്യൂക്ലിയസ്. അതായത് ആ സെല്ലിന്റെ ന്യൂക്ലിയസ്, മെയിൻ ഹെഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിന്റെ കൺട്രോളിന്റെ അണ്ടറിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ ദേ ഹാവ് സം ഡിഗ്രി ഓഫ് ഓട്ടോണോമി. അതുകൊണ്ടാണ് നമ്മൾ സെമി ഓട്ടോണോമസ് വിളിക്കുന്നത് ആൻഡ് നോട്ട് ഫുള്ളി ഓട്ടോണോമസ്. ഇനി സെമി ഓട്ടോണോമസിന്റെ റീസൺ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ഓൺ DNA. ഓൺ DNA എന്താ പറ്റുക? ദേ ക്യാൻ റെപ്ലിക്കേറ്റ് ഇൻഡിപെൻഡന്റ്ലി. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് RNA different types ഉണ്ട്. All 3 types of RNA are present in them. All 3 types of RNA are present. ഇനി അവർക്ക് എങ്ങനെയാണ്? ഓൺ DNA അതുകൂടെ തന്നെ ഓൺ റൈബോസോംസും ഉണ്ട്. ആൻഡ് ഈ റൈബോസോംസ് ആക്ച്വലി ഏതാണ്? ബാക്ടീരിയൽ റൈബോസോമിനോട്
സിമിലർ ആണ് 70S റൈബോസോംസ് ആണ്. ഓൺ റൈബോസോംസും ഓൺ RNA ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഇവർ എന്ത് ചെയ്യും? ദേ സിന്തസൈസ് സം ഓഫ് ദെയർ ഓൺ പ്രോട്ടീൻസ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് സെമി ഓട്ടോണോമസ് വിളിക്കുന്നത്. ആൻഡ് വൈ സെമി എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. വൈ സെമി? കാരണം ദേ ആർ പാർഷ്യലി അണ്ടർ കൺട്രോൾ ഓഫ് ന്യൂക്ലിയസ്. ഇത്രയാണ് 17th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി 18th ക്വസ്റ്റ്യൻ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. പറഞ്ഞത് ഒബ്സർവ് ദി ഡയഗ്രം ആൻഡ് ആൻസർ ദി ഫോളോയിങ്. ഈ ഡയഗ്രം എങ്ങനെയാണ്? ആദ്യം അറ്റ്മോസ്ഫിയറിക്, ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് 2 സെൽസ് തന്നിട്ടുണ്ട്, മീസോഫിൽ ആൻഡ് ബണ്ടിൽ ഷീറ്റ് സെൽ. 2 സെല്ല് തന്നിരിക്കുമ്പോൾ നമുക്ക് ഏത് റൂൾ ഔട്ട് ചെയ്യാം? C3 പ്ലാന്റ് അല്ലെന്ന് എന്തായാലും മനസ്സിലായി. കാരണം C3 പ്ലാന്റിൽ ബണ്ടിൽ ഷീറ്റ് സെൽസ് ഒന്നും ഇല്ല, ക്രാൻസ് അനാറ്റമിയും ഇല്ല. ഇനി അടുത്ത കാര്യം എന്താ? അറ്റ്മോസ്ഫിയർ CO2 എടുക്കുന്നുണ്ട്, അത് ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്. ഒരു C4 ആസിഡ് ആണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. അപ്പൊ ഇത് ഏതായിരിക്കും? ഇപ്പൊ തന്നെ മനസ്സിലായി, C4 സൈക്കിൾ ആണ് മനസ്സിലായി. ഇനി C4 ആസിഡ് ഉണ്ടായി, ട്രാൻസ്പോർട്ട് ടു ബണ്ടിൽ ഷീറ്റ് സെൽസ്, അവിടുന്ന് ഡീകാർബോക്സിലേഷൻ നടന്ന് ഒരു CO2 റിലീസ്ഡ് വിച്ച് ഇസ് അഗെയിൻ ഫിക്സ്ഡ് ബൈ കാൽവിൻ സൈക്കിൾ. ഇനി ഒരു C3 ആസിഡ് ആവുന്നു, തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ടു ദി മീസോഫിൽ സെൽ. ആൻഡ് പതുക്കെ C3 ആസിഡ് എന്താവുന്നു? റീജനറേറ്റ് ചെയ്ത് PEP ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ഉണ്ടാവുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് which group of plants exhibit these 2 types of cells? ഏത് ടൈപ്പ് ഓഫ് സെൽസ് ആണ്? ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് ഇത് എക്സിബിറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, C4 പ്ലാന്റ്സ്. എക്സാമ്പിൾ ചോദിച്ചാൽ എന്തൊക്കെ എഴുതാൻ പറ്റും? മെയ്സ് എഴുതാം, ഷുഗർ കെയിൻ എഴുതാം. ഓക്കെ, മെയ്സും ഷുഗർ കെയിനും ഒക്കെ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ആണെങ്കിൽ അമറാന്തസും എഴുതാം. ഇനി ഈ 2 ടൈപ്പ് സെല്ലുകളുണ്ട്, ഇവർക്ക് എന്തുണ്ടെന്ന് പറയാം? ക്രാൻസ് അനാറ്റമി ഉണ്ടെന്ന് നമുക്ക് പറയാം. ദേ ഷോ അല്ലെങ്കിൽ എക്സിബിറ്റ് ക്രാൻസ് അനാറ്റമി. ഇനി വാട്ട് ഇസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് C4 സൈക്കിൾ? എന്താണ് C4 സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ്? എന്തായാലും ഒരു 4 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടാണെന്ന് അറിയാം. അപ്പൊ 4 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ആ പ്രോഡക്റ്റിന്റെ പേരെന്താണ്? ഓക്സാലോ അസിറ്റിക് ആസിഡ്. ഓക്സാലോ അസിറ്റിക് ആസിഡ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, which enzyme is there in bundle sheet cells and mesophyll cells? ഏതാണ്? നമുക്കറിയാം ആദ്യം മീസോഫിൽ സെൽസിൽ നടക്കുന്ന എന്താണ്? PEP-നെ ഫിക്സേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ മീസോഫിൽ സെൽസിൽ ഏതായിരിക്കും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈം? പെപ് കാർബോക്സിലേസ്. ഇനി അവര് അറ്റ്മോസ്ഫിയർ CO2-നെ ഫിക്സേഷൻ ചെയ്യുന്നു ആൻഡ് ഓക്സാലോ അസിറ്റിക് ആസിഡ് ആക്കുന്നു. ഈ C4 ആസിഡ് എങ്ങോട്ടേക്ക് പോകുന്നു? ബണ്ടിൽ ഷീറ്റിലേക്ക് പോകുന്നു ആൻഡ് ഡീകാർബോക്സിലേഷൻ വഴി ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് ബണ്ടിൽ ഷീറ്റ് സെൽസിൽ ഏത് പ്രോസസ്സിലേക്കാണ് പോകുന്നത്? കാൽവിൻ സൈക്കിളിലേക്കാണ് പോകുന്നത്. അപ്പോ കാൽവിൻ സൈക്കിളിൽ ഏത് എൻസൈം ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്? RUBP കാർബോക്സിലേസ്. അതാണ് അവിടുത്തെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള 3PG അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഒരു കാര്യം കൂടെ ഓർക്കുക, ബണ്ടിൽ ഷീറ്റ് സെൽസ് ലാക്ക് പെപ്റ്റേസ്. അത് എവിടെ കൊടുത്തിട്ടുണ്ട്? NCERT കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 19th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് a cyclic process occurring in C3 plant which is light dependent and needs oxygen. This process doesn't produce energy, rather it consumes energy. ഇത് ഏത് പ്രോസസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എങ്ങനെയായിരിക്കും? നമുക്കറിയാം, നമ്മൾ പഠിച്ചിരിക്കുന്ന മെയിൻ പ്രോസസ് എന്താണ്? C3 സൈക്കിൾ പഠിച്ചിട്ടുണ്ട്, C4 സൈക്കിൾ പഠിച്ചിട്ടുണ്ട് ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതില് ലൈറ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇത് 3ഉം ലൈറ്റ് ഡിപ്പെൻഡന്റ് ആണ്, ഡാർക്ക് റിയാക്ഷന്റെ താഴെ വരുന്നതാണ്. ആൻഡ് നീഡ്സ് ഓക്സിജൻ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. നീഡ്സ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കത് റൂൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് ഏതിലേക്ക് വരാം? ഫൈനലി ഫോട്ടോ റെസ്പിറേഷനിലേക്ക് വരാം. ഇനി അതിനെ എൻഷോർ ചെയ്യാൻ അടുത്തൊരു സെന്റൻസും കൊടുത്തിട്ടുണ്ട്, ദിസ് പ്രോസസ് ഡസന്റ് പ്രൊഡ്യൂസ് എനർജി. അപ്പോൾ ഇതൊരു മെറ്റബോളിക് വേസ്റ്റ് പ്രോസസ് ആണ്. അപ്പൊ മെറ്റബോളിക് വേസ്റ്റ് റാദർ ഇറ്റ് കൺസ്യൂംസ് എനർജി. അപ്പം പ്രൊഡ്യൂസും ചെയ്യുന്നില്ല, അതിലുള്ള എനർജിനെ കൺസ്യൂം ചെയ്യണം. അപ്പൊ ഇതൊരു മെറ്റബോളിക് വേസ്റ്റ് പ്രോസസിനെ കുറിച്ചാണ് ഇത് റെഫർ ചെയ്യുന്നത്. അപ്പൊ ആ പ്രോസസ്സിന്റെ നെയിം എന്തായിരിക്കും? ഫോട്ടോ റെസ്പിറേഷൻ. ഇനി ഫോട്ടോ റെസ്പിറേഷൻ എങ്ങനെയാണ്? അതിൽ ആക്ച്വലി RUBP ആണ് ഫസ്റ്റ് എൻസൈം. RUBP-ന്റെ തന്നെ ഓക്സിജനേസ് ആക്ടിവിറ്റി ആണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നീഡ്സ് O2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇസ് ഇറ്റ് എസെൻഷ്യൽ ഫോർ സർവൈവൽ? എങ്ങനെയാണ്? നമുക്ക് അറിയാം എന്ത് സർവൈവലിന് എസെൻഷ്യൽ ആണോ എന്ന് വെച്ചാൽ ഇതൊരു ഹൈലി വേസ്റ്റ്ഫുൾ മെറ്റബോളിക് വേസ്റ്റ്ഫുൾ പ്രോസസ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എസെൻഷ്യൽ ഫോർ സർവൈവൽ. കാരണം എന്താ? ഫോട്ടോസിന്തസിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് റിലീസ് ചെയ്യിപ്പിക്കാൻ ഈ പ്രോസസ്സിലേക്ക് കൂടി.
carbon dioxide, fixed carbon dioxide is actually released. അപ്പോൾ അതെങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം ഫിക്സ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നു, രണ്ടാമത്തെ കാര്യം എനർജി കൺസ്യൂം ചെയ്യുന്നു, മൂന്നാമത്തെ കാര്യം പ്രൊഡ്യൂസും ചെയ്യുന്നില്ല എനർജി അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോസസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദിസ് പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റീഫോസ്ഫോ ഗ്ലിസറിക് ആസിഡും റീഫോസ്ഫോ ഗ്ലൈക്കോളിക് ആസിഡും ഏതിന്റെ എൻഡ് പ്രോഡക്ട്സ് ആണ്? ഫോട്ടോ റെസ്പിറേഷന്റെ എൻഡ് പ്രോഡക്ട്സ് ആണ്. ഇനി വേർ ഡസ് ഇറ്റ് അക്കർ, എവിടെയാണ് അത് അക്കർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? അതായത് ഫോട്ടോ റെസ്പിറേഷൻ എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിലും പെറോക്സിസോമിലും മൈറ്റോകോൺട്രിയയിലും CPM എന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞിരുന്നു. CPM ക്ലോറോപ്ലാസ്റ്റിലും പെറോക്സോമിലും മൈറ്റോകോൺട്രിയയിലും കൂടിയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇത്രയും കാര്യം 19th ക്വസ്റ്റ്യൻ ഇസ് ഓൾ അബൌട്ട് ഫോട്ടോ റെസ്പിറേഷൻ ആൻഡ് അതിന്റെ പ്രോഡക്ട്സും അതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇസ് ഇറ്റ് കറക്റ്റ് ടു സേ ദാറ്റ് ഫോട്ടോസിന്തസിസ് occurs only in leaves of a plant? Besides leaves, what are the other parts that may be capable of carrying out photosynthesis justified? അപ്പോൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് മെയിൻലി നടക്കുന്നത് ഏതാണ്? ഫോട്ടോസിന്തസിസ് മെയിൻലി അക്കർ ചെയ്യുന്നത് ഗ്രീൻ ലീവ്സിലാണ് പ്ലാന്റിന്റെ. ആൻഡ് ചില സമയം സം അതർ പ്ലാന്റ് പാർട്സ്, വേറെ ചില പ്ലാന്റ് പാർട്സ് മോഡിഫൈ ചെയ്ത് ഫോട്ടോസിന്തസിസ് ആക്ഷൻ കാണിക്കാൻ തുടങ്ങും. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് ജസ്റ്റ് അവർ ഒന്നുകൂടി ചോദിച്ചു എന്നേ ഉള്ളൂ. ആൻഡ് ഈ ബാക്കിയുള്ള പാർട്സ് മോഡിഫൈ ചെയ്ത് പെർഫോം ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് കാണപ്പെടുന്നത് ഏതിലൊക്കെയാണ് എന്നാണ് ചോദിച്ചിരുന്നത്. വാട്ട് ആർ ദി അതർ പാർട്സ് ദാറ്റ് മേ ബി കേപ്പബിൾ ഓഫ് ക്യാരിങ് ഔട്ട് ഫോട്ടോസിന്തസിസ്? അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ് മെയിൻലി occur in leaves of green plants. പക്ഷെ some other parts get modified to perform photosynthesis. അതിന്റെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ്? നമുക്ക് താഴെ തൊട്ട് നോക്കുകയാണെങ്കിൽ റൂട്ട്സ്, ചില സമയം അഡ്വാൻറ്റീഷ്യസ് റൂട്ട്സ് മോഡിഫൈ ചെയ്ത് അവരെന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഗ്രീൻ റൂട്ട്സ് ആവുന്നു. അതായത് മോഡിഫൈഡ് അഡ്വാൻറ്റീഷ്യസ് റൂട്ട്സ്, മോസ്റ്റ്ലി അസിമിലേറ്ററി റൂട്ട്സ്, അതായത് അസിമിലേറ്ററി ഇൻ ഫങ്ഷൻ ആയിട്ടുള്ള റൂട്ട്സ് ദേ പെർഫോം ഫോട്ടോസിന്തസിസ്. ഇവരെങ്ങനെയാണ്? ദേ ആർ ആക്ച്വലി ഗ്രീൻ റൂട്ട്സ് ആയിട്ട് അവർ മോഡിഫൈ ചെയ്യാണ് ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് ഫോട്ടോസിന്തസിസ്. ഇനി എക്സാമ്പിൾ പറയാനാണെങ്കിൽ ട്രാപ്പ എന്ന് പറയുന്ന പ്ലാന്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? ദേ ഹാവ് ഗ്രീൻ assimilatory roots and അത് ഒരു വാട്ടറിൽ കാണുന്ന അക്വാട്ടിക് പ്ലാന്റ് ആയതുകൊണ്ട് they are actually submerged like other roots. ആൻഡ് ഈ റൂട്ട്സ് എന്ത് ഡെവലപ്പ് ചെയ്തു? they develop സ്റ്റെമ്മില് നോഡ്സ് ആൻഡ് they are also highly branched. എന്തുകൊണ്ടായിരിക്കും ഹൈലി ബ്രാഞ്ച്? ഫോട്ടോസിന്തറ്റിക് ഏരിയ, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇവരെന്താണ്? they are green hanging threads. എവിടുന്ന് റൈസ് ചെയ്യുന്ന? ഫ്രം സ്റ്റെം നോഡ്സ് ഡ്യൂറിങ് റെയിനി സീസൺസ്. റെയിനി സീസൺ ആകുമ്പോൾ സ്റ്റെം നോഡ്സ് ഗ്രീൻ ഹാങ്ങിങ് ത്രെഡ് പോലെ ഡെവലപ്പ് ചെയ്യും ആൻഡ് ദേ ഡു ഫോട്ടോസിന്തസിസ്. ആൻഡ് ഡ്രോട്ടിന്റെ സമയത്ത് ദേ ഷ്രിവൽ അല്ലെങ്കിൽ ഷ്രിവൽ ഡ്യൂറിങ് ഡ്രോട്ട്. ഇതാണ് ഏതിന്റെ എക്സാമ്പിൾ? മോഡിഫൈഡ് അഡ്വാൻറ്റേഷ്യസ് റൂട്ട്സ് ആക്ടിങ് ആസ് ഫോട്ടോസിന്തസൈസിങ് ഓർഗൻസ്. ഇനി സെക്കൻഡ് പറയേണ്ടത് അഡ്വാൻറ്റേഷ്യസ് റൂട്ട്സ് പറഞ്ഞു. ഇനി ഏരിയൽ റൂട്ട്സ് പറയുകയാണെങ്കിൽ മോഡിഫൈഡ് ഏരിയൽ റൂട്ട്സ്. മോഡിഫൈഡ് ഏരിയൽ റൂട്ട്സിന് മോർഫോളജി ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് ആണ് ഏത്? പില്ലോക്ലേഡ്സ് അല്ലെങ്കിൽ ക്ലാഡോഡ്. പില്ലോക്ലേഡ്സ്, ക്ലാഡോഡ് ഇതൊക്കെ മോഡിഫൈഡ് ഏരിയൽ റൂട്ട്സ് ആണ്. ഇനി പില്ലോക്ലേഡ്സ് എന്താണ്? ഫ്ലാറ്റൻഡ് ആവാം അല്ലെങ്കിൽ എങ്ങനെയാവാം? സിലിണ്ട്രിക്കൽ. ഇനി പില്ലോക്ലേഡ്സ് ഫ്ലാറ്റൻഡ് ആവുന്നതിന്റെ എക്സാമ്പിൾ ഏതാണ്? ഒപ്പാൻഷിയ, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സിലിണ്ട്രിക്കൽ ആവുന്നതിന്റെ എക്സാമ്പിൾ യൂഫോർബിയ. അപ്പോ ഇവരെങ്ങനെയാണ്? ദേ ആർ ആക്ച്വലി ഫ്ലാറ്റൻഡ് അല്ലെങ്കിൽ
cylindrical green stems of unlimited growth and they take over the function of photosynthesis. ഇനി ക്ലാഡോട്സ് എങ്ങനെയുള്ളതാണ്? ക്ലാഡോട്സിന് നമ്മൾ ക്ലാഡോഫിൽസ് എന്ന് വിളിക്കും. ആൻഡ് ദേ ആർ ഓൾസോ ഗ്രീൻ സ്റ്റെംസ്. കോമൺലി എഴുതാം, ദേ ആർ ഗ്രീൻ സ്റ്റെംസ് ആണ് അറിഞ്ഞിരിക്കുക. ഇനി ഈ രണ്ടും എങ്ങനെയാണ്? ഗ്രീൻ സ്റ്റെംസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്. പക്ഷെ ക്ലാഡോഡ് എങ്ങനെയാണ്? ലിമിറ്റഡ് ഗ്രോത്ത് ഉള്ള ഗ്രീൻ സ്റ്റെംസ് ആണ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ റസ്കസ്. ഇത്രയും എങ്ങനെയാണ്? മോഡിഫൈഡ് ഏരിയൽ റൂട്ട്സ് ആണ്. ആൻഡ് ദേ ആർ ആക്ച്വലി ഏതിന്ന് ഡെവലപ്പ് ചെയ്താണ്? ഗ്രീൻ സ്റ്റെംസിന് ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് ഫില്ലോ ക്ലാഡ്സും ക്ലാഡോഡിനും വിളിച്ചു. ഇതില് ഡിഫറെന്റ് ടൈപ്സ് ഫ്ലാറ്റ് ആൻഡ് സിലിണ്ടറിക്കൽ ആകുന്നതിനനുസരിച്ച് പൊപ്പൻഷിയ യൂഫോർബിയ എക്സാമ്പിൾ പഠിച്ചു. ഗ്രീൻ സ്റ്റെംസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ് ഫില്ലോ ക്ലാഡ്. ആൻഡ് ഇതെങ്ങനെയാണ്? ക്ലാഡോഡ്, ദേ ആർ ഗ്രീൻ സ്റ്റെംസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എങ്ങനെയാണ്? മോഡിഫൈഡ് പീറ്റിയോൾ. പീറ്റിയോളിനും ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റും ആഫ്റ്റർ സം മോഡിഫിക്കേഷൻസ്. എക്സാമ്പിൾ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓസ്ട്രേലിയൻ അക്കേഷ്യ, പാർക്കിൻസോണിയ. ഇനി ഇവരിൽ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ കമ്പൗണ്ട് ലീവ്സ് ഉണ്ട്. ആൻഡ് കമ്പൗണ്ട് ലീവ്സ് ഫോൾ ചെയ്യുന്നു, അതായത് അവിടുന്ന് പ്ലാന്റിന് വിട്ട് താഴെ വീണ് പോകുന്നു. ആൻഡ് ഇതിന്റെ ലാമിന ഗെറ്റ്സ് മോഡിഫൈഡ് ഇൻ ടു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ദേ സിന്തസൈസ് ഫുഡ്. ഇൻ ദം ലീഫ് ഫോൾസ് ഓഫ് സൂൺ. ഇനി ബാക്കിയുള്ളതാണ് പീറ്റിയോൾ മാത്രമാണ്. എന്നിട്ട് ഈ പീറ്റിയോൾ എന്ത് ചെയ്തു? ഈ ലീഫ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ലീഫിന്റെ ലാമിനയാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ പ്ലാന്റ് ലാമിന ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻ കംപ്ലീറ്റ്ലി ഫോളോ ഓഫ് ചെയ്യുന്നു. ആൻഡ് പീറ്റിയോൾ ഗെറ്റ്സ് മോഡിഫൈഡ്. അപ്പോ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലോങ് ആൻസർ ടൈപ്പിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോട്ടോസിന്തസൈസ് ചെയ്യുന്ന മോഡിഫിക്കേഷൻസ് കാണുന്ന ഏതിലൊക്കെയാണ്? ട്രാപ്പ പഠിച്ചു, ടീനോസ്പോറ പഠിച്ചു. ആൻഡ് അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ഇത് ഏതിലാണ് കാണുന്നത്? അതായത് മോഡിഫൈഡ് അഡ്വന്റീഷ്യസ് ആണോ, മോഡിഫൈഡ് ഏരിയൽ ആണോ, മോഡിഫൈഡ് പീറ്റിയോൾ ആണോ? ആൻഡ് അതിന്റെ റെസ്പെക്റ്റീവ് എക്സാമ്പിൾസും നമ്മൾ കണ്ടു. ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ദി എൻറ്റയർ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് റിയാക്ഷൻസ് വേർ ഇൻ ദ സെൽ ഡു ഈച്ച് ഓഫ് ദീസ് ടേക്ക് പ്ലേസ്. അപ്പോൾ എല്ലാത്തിന്റെയും ജസ്റ്റ് സൈറ്റ് മാത്രം ആണ് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യന്. സിന്തസിസ് ഓഫ് ATP ആൻഡ് NADPH എവിടെയാണ് സംഭവിക്കുന്നത്? എവിടെയാണ്? അസിമിലേറ്ററി പവർ സിന്തസിസ് ആക്ച്വലി ഔട്ടർ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ. ജസ്റ്റ് ഒരു റിവിഷൻ ആണ് എല്ലാത്തിന്റെയും സൈറ്റിന്റെ കേസിൽ. ഇനി ഔട്ടർ മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിനിൽ അസിമിലേറ്ററി പവേഴ്സ് ആയിട്ടുള്ള ATPയും NADPHും പ്രൊഡ്യൂസ് ആവുന്നു. ആൻഡ് ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ദേ ഗെറ്റ് യൂട്ടിലൈസ്ഡ് ഫോർ ദി ഡാർക്ക് റിയാക്ഷൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഫോട്ടോലിസിസ് എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ്? ഇന്നർ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ. ഈ ഫോട്ടോലിസിസിൽ എന്ത് സംഭവിക്കുന്നു? വാട്ടർ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ആൻഡ് അതിന് ഓൾസോ ഏതൊക്കെ മിനറൽസ് വേണമെന്ന് വെച്ചാൽ എന്തൊക്കെ പറയണം? മിനറൽസും ക്ലോറൈഡും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫിക്സേഷൻ ഓഫ് CO2 ഗ്രോസ്ലി പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഡാർക്ക് റിയാക്ഷൻ ആണ് ഫിക്സേഷൻ നടക്കുന്നത്. ആൻഡ് ഇറ്റ് അക്കേഴ്സ് ഇൻ സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ഡ്യൂറിംഗ് ബയോസിന്തറ്റിക് ഫേസ്. അപ്പൊ ഫിക്സേഷൻ ഓഫ് CO2 ആണ്. നെക്സ്റ്റ് വെച്ചാൽ സിന്തസിസ് ഓഫ് ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എവിടെയാണ് നടക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സിന്തസിസ് ഓഫ് ഷുഗർ മോളിക്യൂൾ എവിടെയാണ് നടക്കുന്നത്? അവിടെ തന്നെയാണ് ഫിക്സേഷൻ ഓഫ് CO2 നടക്കുന്നത്. അപ്പോൾ ഇറ്റ് ഓൾസോ ടേക്ക് പ്ലേസ് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ്. നമുക്ക് വേഗ്ലി പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദി ഫോം ഓഫ് സൂക്രോസ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ സൂക്രോസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ് ആൻഡ് നോട്ട് ഇൻ എനി സെൽ ഓർഗനൽ. ട്രാൻസ്പോർട്ടഡ് ആസ് സൂക്രോസ് ഫോംഡ് ഇൻ സൈറ്റോപ്ലാസം. ഇനി സിന്തസിസ് ഓഫ് സ്റ്റാർച്ച് വേഗ്ലി വെച്ച് നമുക്ക് എവിടെയാണെന്ന് പറയാൻ പറ്റും? ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, which property of the pigment is responsible for its ability to initiate the process of photosynthesis? Why is the rate of photosynthesis higher in the red and blue regions of spectrum of light? അപ്പോ ഏത് പ്രോപ്പർട്ടി ആണ് റെസ്പോൺസിബിൾ ടു ഇനീഷ്യേറ്റ് ദി പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്? ഏതാണ്? നമുക്കറിയാം പിഗ്മെന്റ്സിന് ലൈറ്റ്, അവരിൽ വന്നു പറ്റുന്ന ലൈറ്റിന്റെ എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ പറ്റും
how much they can absorb the radiant energy of lights and it is passed over to the reaction center. ആ കേപ്പബിലിറ്റി വെച്ചാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ഫോട്ടോസിന്തസിസ് ഇനീഷ്യേറ്റഡ് ആവുന്നത്. അപ്പോ പിഗ്മെന്റ്സ് അബ്സോർബ് ചെയ്യുന്നു ആൻഡ് അബ്സോർബ് ചെയ്ത് ലൈറ്റ് എങ്ങോട്ടേക്ക് ഫൈനലി ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മുടെ ക്ലോറോഫിൽ എയിലേക്ക് അല്ലെങ്കിൽ റിയാക്ഷൻ സെന്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഈ മെക്കാനിസം വിച്ച് ഇനീഷ്യേറ്റ്സ് ഫോട്ടോസിന്തസിസ് ഏതാണ്, ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺ ആൻഡ് എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇതാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോസസ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ലൈറ്റ് റിയാക്ഷൻ എങ്ങനെയാണ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ഒക്കെ നടന്ന് എങ്ങനെയാണ് ഫൈനലി ട്രാൻസ്ഫർഡ് ആയി ക്ലോറോഫിൽ എയിന് ഫൈനലി കൊണ്ടു കൊടുക്കുന്നത് എന്നുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് റെഡിലും ബ്ലൂയിലും നമ്മൾ കൂടുതൽ കാണുന്നത് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. എന്തുകൊണ്ടായിരിക്കും റെഡിലും ബ്ലൂ ലൈറ്റിലും എങ്ങനെയായിരിക്കും ഫോട്ടോസിന്തസിസ് നടത്തേണ്ട ആവശ്യത്തിനുള്ള മാക്സിമം എനർജി ഉണ്ടായിരിക്കണം. ആൻഡ് അത് എന്തിന് ഇനഫ് ആയിരിക്കണം, ടു എക്സൈറ്റ് ആൻഡ് ഇനീഷ്യേറ്റ് ഫോട്ടോസിന്തസിസ്. ആൻഡ് അത് കൂടാണ്ട് ഇവരുടെ രണ്ടിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ചാല് അവര് എങ്ങനെയുള്ള റീജിയനിലാണ് കാണാൻ പറ്റുന്നത്, ഓൾസോ ദേ ആർ വിത്തിൻ ദി 400 to 700 നാനോമീറ്റർ വേവ് ലെങ്ത് വിച്ച് ഇസ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റീജിയൻ. ഇത് രണ്ടും കാരണങ്ങൾ കൊണ്ടാണ് എന്ത് റെഡിലും ബ്ലൂയിലും കൊടുത്താൽ മാക്സിമം എന്ത് കാണുന്നത്, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ മാക്സിമം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് കാണുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് കെൻ വി കൺക്ലൂഡ് ഫ്രം ദി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദി ആക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് ഓവർലാപ്പ് അറ്റ് വിച്ച് വേവ് ലെങ്ത് ഡു ദേ ഷോ പീക്സ്. അപ്പോ ഇതിന് ഫസ്റ്റ് കൺക്ലൂഷൻ നമുക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ച എന്താണ് ഇത് റീറ്ററേറ്റ് ചെയ്യുന്നത്, ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസും എന്ത് ചെയ്യുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടും ബ്ലൂവും റെഡും റീജിയൻസ് ഓഫ് വേവ് ലെങ്തിലാണ് കൂടുതൽ അബ്സോർപ്ഷനും കൂടുതൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും നടക്കുന്നത്. അപ്പോ അവർ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, മാക്സിമം അബ്സോർപ്ഷനും മാക്സിമം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും ഏതിൽ തന്നെയാണ് ഓവർലാപ്പ് ചെയ്ത് കാണുന്നത്, ദേ ഓവർലാപ്പ് ആൻഡ് സീൻ ഇൻ റെഡ് ആൻഡ് ബ്ലൂ റീജിയൻ. അബ്സോർപ്ഷൻ സ്പെക്ട്രം ആക്ഷൻ സ്പെക്ട്രത്തിന്റെ ഡയഗ്രാം ഗ്രാഫ് ഓൾറെഡി NCERT കൊടുത്തിരുന്നു. ആൻഡ് ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്യാണ് ആക്ഷൻ സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് ഇൻ ദി റീജിയൻ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് എന്താണ് സംഭവിക്കുന്നത്, അതായത് ക്ലോറോഫിൽ എയും ബിയും റിയാക്ഷൻ സെന്റർ ആയ ക്ലോറോഫിൽ എയും ബാക്കിയുള്ള പിഗ്മെന്റ്സും ഒക്കെ മാക്സിമം ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ദി മെയിൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്. അപ്പോ ഈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഹൈ ഇൻ ദീസ് ടു റീജിയൻസ് ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് എന്ത് പീക്ക് ഏതിന്റെ റെഡ് ആൻഡ് ബ്ലൂ റീജിയനിൽ. നമുക്ക് എന്ത് പറയാൻ പറ്റും, സൂപ്പർ ഇമ്പോസ്ഡ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ത് കൺക്ലൂഡ് ചെയ്യുന്നു, മാക്സിമം ഇൻ റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റിലാണ് പ്രൂവ് ചെയ്യുന്നു. അപ്പോ ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രം നമ്മൾ ഗ്രാഫ് വരച്ചപ്പോ നമ്മൾ ഓൾസോ കണ്ടിരുന്നു ഇത് എവിടെയാണ്, ക്ലോറോഫിൽ എയിലും ബിയിലും ആണ് ദേ ഹാർനസ് മാക്സിമം ലൈറ്റ് എനർജി ഇൻ ദിസ് റീജിയൻ. അതുകൊണ്ട് മാക്സിമം ലൈറ്റ് എനർജി ഹാർനസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദേ ആർ ദി മെയിൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്. നമുക്ക് എന്ത് മനസ്സിലായി, ക്ലോറോഫിൽ എയും ബിയും ഉണ്ടെങ്കിൽ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കും. ആൻഡ് ഓൾസോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റ് ഷുഡ് ബി റിച്ച് ഇൻ റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ്. ആൻഡ് മാക്സിമം ആക്ടിവിറ്റി ഏത് പീക്കിലാണ് നമ്മൾ കാണുന്നത്, റെഡ് ലൈറ്റിന്റെ എത്രയാണ്, അബൌട്ട് 660 അല്ലെങ്കിൽ 670 നാനോമീറ്ററിലാണ് കണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ബ്ലൂ ലൈറ്റിൽ എത്രയാണ്, 430 to 470 നാനോമീറ്റർ ആണ് കണ്ടിരിക്കുന്നത്. ഓവർലാപ്പിംഗ് ആക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം പ്രൂവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റിലാണ് കൂടുതൽ നടക്കുന്നത്. ക്ലോറോഫിൽ എ ആൻഡ് ബി നെസസറി ആണ് to harness maximum energy and they are the main photosynthetic pigments and maximum activity കാണുന്നത് റെഡിന്റെ വേവ് ലെങ്തിന്റെയും ബ്ലൂവിന്റെ വേവ് ലെങ്തിന്റെയും സ്ഥലത്താണ്. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, അണ്ടർ വാട്ട് കണ്ടീഷൻസ് ആർ C4 plants superior to C3? ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. C4 plants, ഫിഫ്ത് ക്വസ്റ്റ്യൻ, C4 plants are superior to C3. എന്തുകൊണ്ടാണ് റീസൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, ഒന്നാമത്തെ കാര്യം C4 പ്ലാന്റ്സിന് സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്. ഹൈ
ടെമ്പറേച്ചർ ടോളറൻസ് ആയിരിക്കുന്നുണ്ട് നമ്മുടെ C4 പ്ലാന്റ്സിന് ഉണ്ട്. കാരണം എന്താ, അവരുടെ മെയിൻ റിയാക്ഷൻസിന് പങ്കെടുക്കുന്ന എൻസൈംസ് ആയാലും അതായത് പെപ് കാർബോക്സിലേസ് ആയാലും അവരൊക്കെ എങ്ങനെയാണ്, ദേ ആർ ഫങ്ഷണൽ ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. ഇനി ദേ ക്യാൻ ഗ്രോ അണ്ടർ ഫുൾ സൺലൈറ്റ്. ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയിലും എന്ത് പറ്റുന്നുണ്ട്, നമ്മുടെ ഫോട്ടോ റെസ്പിറേഷൻ പ്രോസസ് ഒന്നും നടക്കുന്നില്ല, ഹൈലി എഫിഷ്യന്റ് ആണ്, ദേ ക്യാൻ ഗ്രോ ആൻഡ് സക്സസ്ഫുള്ളി ഫോട്ടോസിന്തസൈസ്. ഇനി ഇതിന്റെ കാരണം എന്തായിരിക്കും, അവരിൽ ഒരുപാട് ഓർഗാനിക് ആസിഡ്സ് അബണ്ടന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ദേ ആർ ദ ഓൺലി പ്ലാന്റ്സ് വിച്ച് ഗ്രോ അണ്ടർ ഫുൾ സൺലൈറ്റ്. C3 പ്ലാന്റ്സിന് അങ്ങനെ അണ്ടർ ഫുൾ സൺലൈറ്റ് ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഇനി അവരെങ്ങനെയാണ്, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, ഈവൻ ഇൻ ലോ കോൺസെൻട്രേഷൻ അവര് CO2 ഫിക്സേഷൻ നടത്തുന്നുണ്ട്. കാരണം എന്താ, ഫോട്ടോ റെസ്പിറേഷൻ ഒന്നാമതില്ല, ആൻഡ് CO2 കോൺസെൻട്രേഷൻ വിത്തിൻ ദി സെൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏത് ബണ്ടിൽ ഷീറ്റിൽ നടക്കുന്ന C4 സൈക്കിളിന്റെ സ്റ്റെപ്സിൽ ഡീകാർബോക്സിലേഷൻ നടന്നിട്ട്. അപ്പോ മോർ എഫിഷ്യന്റ് ഇൻ പിക്കിംഗ് അപ്പ് CO2 even in low concentration. അപ്പോ they have almost double the rate of efficiency seen in C3 plants. എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണ്, ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്. എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, ഷുഗർ കെയിൻ ആയാലും മില്ലറ്റ്സ് ആയാലും മെയ്സ് ആയാലും ഒക്കെ ഹൈലി പ്രൊഡക്റ്റീവ് ആണ്, എഫിഷ്യന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷൻ റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അവരുടെ ട്രാൻസ്പിറേഷൻ റേറ്റും ലോ ആണ്. കാരണം എന്താ, ദേ ട്രാൻസ്പയർ ലെസ് ആൻഡ് ദേ കൺസേർവ് വാട്ടർ ആൻഡ് മീസോഫിൽ സെൽസ് എന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ആൻഡ് ദേ ആർ എഫിഷ്യന്റ് ഇൻ കൺസേർവിങ് വാട്ടർ. അതുകൊണ്ടാണ് അവർ കൂടുതലും ഡ്രൈ ക്ലൈമറ്റിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഗ്രോത്ത്. നമ്മുടെ ഓക്സിജൻ കോൺസെൻട്രേഷനിലേക്ക് വരികയാണെങ്കിൽ CO2 കോൺസെൻട്രേഷൻ ലോ ആണെങ്കിൽ നടത്തുന്നു. ഇനി അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കോൺസെൻട്രേഷൻ എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ്, നോർമൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇസ് സ്ലൈറ്റ്ലി ഇൻഹിബിറ്ററീസ് ടു C3 പ്ലാന്റ്സ്. കാരണം എന്താ, അവര് ഫോട്ടോ റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോർമൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇസ് അല്ലെങ്കിൽ ഒപ്റ്റിമം ഫോർ C4 പ്ലാന്റ്സ്. C4 പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഒപ്റ്റിമൽ ആവും ഏത് കോൺസെൻട്രേഷൻ, നോർമൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കോൺസെൻട്രേഷൻ. നെക്സ്റ്റ് പോയിന്റ്, ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ഇൻ C4 പ്ലാന്റ്സ്. ആൻഡ് ഓൾസോ ലാസ്റ്റ് ഒരു മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ, ഈവൻ വെൻ ദ സ്റ്റൊമേറ്റ ഇസ് ക്ലോസ്ഡ് ദേ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാരണം ഇതൊക്കെ ഓൾറെഡി ഡിഫറൻസിൽ C4 ആൻഡ് C3 ഡിഫറൻസിൽ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഏതൊക്കെ പോയിന്റ് ആണ് C4 പ്ലാന്റ്സ് സുപ്പീരിയർ ആവുന്ന C3 ടെമ്പറേച്ചർ ടോളറൻസ് ആദ്യം പറയാം, അത് കഴിഞ്ഞ് അവരുടെ സൺലൈറ്റിന്റെ ഇന്റൻസിറ്റിന്റെ ടോളറൻസും പറയാം, ആൻഡ് അവരുടെ എഫിഷ്യൻസി എങ്ങനെയാണെന്ന് പറയാം, അവരുടെ പ്രൊഡക്ടിവിറ്റി അതിനനുസരിച്ച് കൂടുതലാണ്, ആൻഡ് ട്രാൻസ്പിറേഷൻ റേറ്റ് കുറവാണ്, നോർമൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കോൺസെൻട്രേഷൻ അവർക്ക് ഒപ്റ്റിമൽ ആണ് ഫോർ ഇറ്റ്സ് ഗ്രോത്ത്, ആൻഡ് ഓൾസോ ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ്, ആൻഡ് സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് 5th ക്വസ്റ്റ്യൻ ആൻസർ. ഇപ്പൊ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്ത്, ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ആൻഡ് 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എന്റെ ഗിവൺ താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ ബ്ലാക്ക് ലൈൻ, മേലെ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ലൈൻ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ആക്ഷൻ സ്പെക്ട്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് താഴെ തന്നിരിക്കുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ആൻസേഴ്സ് പറയാനാണ് ചോദിച്ചിരുന്നത് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് നമ്മുടെ ബ്ലാക്ക് ലൈൻ കാണിക്കുന്നു, ആൻഡ് അബ്സോർപ്ഷൻ ഈ താഴത്തെ ലൈറ്റ് ലൈനും കാണിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, what does the action spectrum indicate? How can we plot an action spectrum? Second question ചോദിച്ചിരിക്കുന്നത് എന്താണ്, how can we derive an absorption spectrum for any substance? ബേസിക്കലി എങ്ങനെയാണ് ഈ ആക്ഷൻ സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആക്ഷൻ സ്പെക്ട്രം, പേര് പോലെ തന്നെ ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി കാണിക്കുന്നത് എന്താ, നമ്മുടെ ഡിഫറെന്റ് കണ്ടീഷൻസിൽ എത്രത്തോളം ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി കൂടുന്നുണ്ട് കുറയുന്നുണ്ട് എന്നുള്ള കാണിക്കാനാണ് ഈ ബ്ലാക്ക് ലൈൻ വിച്ച് ഇസ് ആക്ഷൻ സ്പെക്ട്രം കാണിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ടെസ്റ്റ് NCERT കണ്ടപ്പോൾ ഇവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ amount of oxygen evolved at different wavelengths കാൽക്കുലേറ്റ് ചെയ്തു, ആൻഡ് അതിനനുസരിച്ച് അവർ പ്രൊപ്പോർഷണാലിറ്റി ഇട്ട് മാക്സിമം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ബൈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോ ആക്ഷൻ സ്പെക്ട്രം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയാൽ എങ്ങനെയാണ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ്
maximum rate of photosynthesis by എന്ത് മെഷർ ചെയ്ത് by measuring the amount of oxygen evolved at different wavelengths. ഇനി ഡിഫറെന്റ് വേവ് ലെങ്തിൽ നോക്കുക എത്രത്തോളം ഓക്സിജൻ ആണ് ഇവോൾവ് ചെയ്യുന്നത്, അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് വിചാരിച്ച് അവരിത് പ്ലോട്ട് ചെയ്തെടുക്കും. ഇനി അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണ്? പേര് പോലെ തന്നെ അബ്സോർപ്ഷൻ ഏതിലാണ് മാക്സിമം നടക്കുന്നത്? അതായത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് വിച്ച് ഇസ് മാക്സിമം അബ്സോർബ്ഡ് ബൈ എനി സബ്സ്റ്റൻസ്. ഹൗ മച്ച് വേവ് ലെങ്ത്, അല്ലെങ്കിൽ ഏത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? maximally absorbed by any substance. ഇനി സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, how can we derive an absorption spectrum for any substance? അപ്പോ എന്ത് ചെയ്യണം? അതായത് നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ചാണ് ഇത് ചെയ്യുന്നത്. സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു ദ അബ്സോർബൻസ് ഓഫ് സബ്സ്റ്റൻസ് അറ്റ് ഡിഫറെന്റ് വേവ് ലെങ്ത്സ്. അതായത് 400 to 700 നാനോമീറ്ററിന് ഉള്ളിൽ എത്രത്തോളം അബ്സോർപ്ഷൻ നടക്കുന്നത് യൂസിങ് ഓഫ് സ്പെക്ട്രോഫോട്ടോമീറ്റർ വി എന്ത് ചെയ്യുന്നു? വി മെഷർ ആൻഡ് ദെൻ പ്ലോട്ട് ദിസ് ഗ്രാഫ് ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് വേഴ്സസ് അബ്സോർബൻസ് അറ്റ് ഈച്ച് വേവ് ലെങ്ത്. മെഷർ ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്തു? സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞ് പ്ലോട്ട് ചെയ്യുന്നു. എന്ത് ഗ്രാഫ്? വേവ് ലെങ്ത് വേഴ്സസ് അബ്സോർബൻസ് അറ്റ് ഈച്ച് വേവ് ലെങ്ത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും? അബ്സോർപ്ഷൻ സ്പെക്ട്രം ഫോർ എനി സബ്സ്റ്റൻസ് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത്രയാണ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 6th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 7th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദി ഇമ്പോർട്ടന്റ് ഈവന്റ്സ് ആൻഡ് എൻഡ് പ്രോഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ഞാൻ അഗെയിൻ എഴുതുന്നില്ല, ഞാൻ ഓൾറെഡി എഴുതിയത് കാണിച്ചോളാം. ഇമ്പോർട്ടന്റ് ഈവന്റ്സ് ആൻഡ് എൻഡ് പ്രോഡക്ട്സ് ആണ് ചോദിച്ചത്. ഈവന്റ്സിൽ പറയാനാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ലൈറ്റ് റിയാക്ഷനിൽ നോൺ സൈക്ലിക്കും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഈ കംപ്ലീറ്റ്സ് ആണ്, ഇത്രയും കംപ്ലീറ്റ്സ് ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ലൈറ്റ് റിയാക്ഷൻ നോൺ സൈക്ലിക് സൈക്ലിക് നടക്കുന്നു, അസിമുലേറ്ററി പവർ ഫോം ചെയ്യുന്നു, ആൻഡ് അസിമുലേറ്ററി പവർ ഫോം ചെയ്യാൻ ഈ മേജർ റിയാക്ഷൻസ് എന്തൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്തൊക്കെ മേജർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആൻഡ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നു ആൻഡ് അത് ബ്രേക്ക് ചെയ്ത് കെമി ഓസ്മോസിസ് വഴി എങ്ങനെയൊക്കെ എന്തുണ്ടാവുന്നു? എനർജി അല്ലെങ്കിൽ ATP സിന്തസൈസ്ഡ് ആവുന്നു. ഇത്രയും കാര്യങ്ങൾ പറയണം. ആൻഡ് വി ഷുഡ് ഓൾസോ ഷോ ദി പ്രൊഡക്ഷൻ ഓഫ് അസിമുലേറ്ററി പവർ വിച്ച് ഇസ് NADPH ആൻഡ് ATP. എങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്ന് ഫൈനലി NADP റിഡക്ടേസ് കാണിക്കുക, ഈ ഫോസ്ഫോറിലേഷൻസ് കാണിക്കുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കാണിക്കുക, അതും മാർക്ക് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഇമ്പോർട്ടന്റ് ഈവന്റ്സും എൻ പ്രോഡക്ട്സും. എൻ പ്രോഡക്ട്സിൽ ഏത് രണ്ടും എഴുതാ? ATP ആൻഡ് NADPH. ഇനി നോൺ സൈക്ലിക്കും സൈക്ലിക്കും ഇതും കൂടി ഇത്രയും കാര്യങ്ങളും കൂടി എഴുതി വെക്കുക. നോൺ സൈക്ലിക്കിൽ ആ ടേബിൾ അല്ല, ആ ഫ്ലോ ചാർട്ട് വരക്കുക, വാട്ടർ സ്പ്ലിറ്റിംഗ് കാണിക്കുക, അതിന്റെ എൻ പ്രോഡക്ട്സ് കാണിക്കുക. ആൻഡ് ഓൾസോ സൈക്ലിക് ഞാൻ എവിടെയോ എഴുതി വെച്ചിരുന്നു, ആ സൈക്ലിക്കിന്റെ ഫ്ലോ ചാർട്ട് കൂടി കാണിച്ച പണി തരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം. എന്തൊക്കെ എഴുതണം? ഫസ്റ്റ് ഹോൾ ഫ്ലോ ചാർട്ട് ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്തൊക്കെ നടക്കുന്നു? ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ ഒന്ന്, സെക്കൻഡ് പ്രൊഡക്ഷൻ ഓഫ് അസിമുലേറ്ററി പവർ ആൻഡ് നോൺ സൈക്ലിക് നോൺ സൈക്ലിക്കിന്റെയും പ്രോഡക്ട്സും ഈ കാര്യങ്ങളും ബൈ പ്രോഡക്ട്സും ഒക്കെ കാണിക്കുക. ഇനി NADPH എങ്ങനെയാണ് ഫൈനലി സിന്തസൈസ് ചെയ്യുന്നത് നോൺ സൈക്ലിക്കിൽ കാണിക്കുക. അത് കഴിഞ്ഞ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് എങ്ങനെ സെറ്റ് ആവുന്നത് വാട്ടർ സ്പ്ലിറ്റിങ്ങും ഇലക്ട്രോൺ ട്രാൻസ്ഫറും NADP റിഡക്ടേസും വഴി ഫൈനലി കെമി ഓസ്മോസിസും കാണിക്കാം. ഇനി 8th ക്വസ്റ്റ്യൻ, ഇൻ ദി ഡയഗ്രാം ഗിവൺ ബിലോ വാട്ട് ഇസ് ദ ലേബൽ A, B and C? വാട്ട് ടൈപ്പ് ഓഫ് ഫോസ്ഫോറിലേഷൻ ഇസ് പോസിബിൾ ഇൻ ദിസ്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ടൈപ്പ് ഓഫ് ഫോസ്ഫോറിലേഷൻ ആയിരിക്കും? ഇത് സൈക്കിൾ പോലെ നടക്കുന്നത്. Z സ്കീം അല്ലല്ലോ വന്ന്. Z സ്കീം കണ്ടാല് നോൺ സൈക്ലിക് എന്ന് പറയാൻ പറ്റും. കാരണം ഫസ്റ്റ് ഇവിടുന്ന് എക്സൈറ്റഡ് ചെയ്ത് PS2 പോയി, പിന്നെ കുറെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത് ആക്സെപ്റ്റേഴ്സ് വഴി എന്തിലേക്ക് പോയി? PS1 പോയി. ആൻഡ് ഫൈനലി എന്ത് NADP റിഡക്ടേസ് എൻസൈം വഴി NADPH ഫോം ചെയ്യുന്നു. ഇതല്ല ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആണെന്ന് മനസ്സിലായി.
ഇനി ഇതിന്റെ ലേബലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റിന്റെ സെയിം സാധനം തന്നെയാണ് വേറെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരുന്നത്. ഇതിലെന്താണ് ലേബിൾ ചെയ്യേണ്ടത്? ഇവിടുന്ന് ലൈറ്റ് വന്ന് പതിക്കുന്നു ആൻഡ് P700 നിന്ന് എന്ത് പോകുന്നു? ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയി ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സിലേക്ക് പോകുന്നു ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി ഇത് തിരിച്ച് താഴോട്ട് വരുന്നു. ആൻഡ് ഇതിന്റെ ഓൺ ദ വേ എന്തും കൂടി ആവുന്നുണ്ട്, ATP ഇസ് ബീങ് പ്രൊഡ്യൂസ്ഡ്. ഇതെന്താ? സി എന്താ? P700. എ എന്താ? ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ബി എന്താ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇത്രയാണ് ലേബൽ ചെയ്യാൻ ചോദിച്ചിരുന്നത്, A, B and C. 9th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാ, why is the Rubisco enzyme more appropriately called RBP carboxylase oxygenase and what important role does it play in photosynthesis? അപ്പോ റുബിസ്കോനെ എന്താണ് നമ്മൾ RBP carboxylase oxygenase എന്ന് വിളിക്കുന്നത്? കാരണം എന്താ? ഇറ്റ് ഹാസ് എ ഡുവൽ നേച്ചർ. ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞാല് അഫിനിറ്റി എല്ലാത്തിനോടും ആക്രാന്തം, അതായത് അഫിനിറ്റി ഫോർ ബോത്ത് CO2 ആൻഡ് O2. പക്ഷെ മോർ അഫിനിറ്റി ഏതിനോട് തന്നെയാണ്? കുറച്ചുകൂടി CO2 തന്നെയാണ്. പക്ഷെ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യും ഏത് ബൈൻഡ് ചെയ്യണം ടു ദിസ് എൻസൈം. നോർമൽ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷനിൽ CO2 ഓക്സിജനും ഈക്വൽ അല്ലെങ്കിൽ ദേ ആർ ഓൾമോസ്റ്റ് നോർമൽ ആണെങ്കിൽ അവരെങ്ങനെയാണ്? കാർബോക്സിലേസ് ആയിട്ട് ആക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കും ആൻഡ് ഓപ്പറേറ്റ്സ് നോർമലി ആൻഡ് ഫൈനലി ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ഇൻ കേസ് ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടുതലായി പോയാൽ എന്ത് സംഭവിച്ചു? ഇൻക്രീസ്ഡ് ഓക്സിജൻ ആണെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് RBP ബൈൻഡ്സ് ടു ഏത്? ഓക്സിജൻ ആൻഡ് നോട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഫോമിംഗ് ഫോസ്ഫോഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഇനി CO2 ഹൈ ആണെങ്കിൽ നോർമൽ ഫിക്സേഷൻ. നോർമൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ C3 സൈക്കിളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലി നടന്ന് ഫൈനലി ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ നടക്കും. അപ്പോ വാട്ട് ഇമ്പോർട്ടന്റ് റോൾ ഡസ് ഇറ്റ് പ്ലേ ഇൻ ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചാൽ എന്ത് പറ്റാ? എങ്ങനെയാണ് CO2 കോൺസെൻട്രേഷനും ഓക്സിജൻ കോൺസെൻട്രേഷനും മാറുന്നതിനനുസരിച്ച് നമ്മുടെ റിയാക്ഷൻസ് അല്ലെങ്കിൽ RBPയുടെ ബൈൻഡിങ് മാറുന്നതെന്ന് എഴുതി വെച്ചോളൂ. ഇത് ഓൾറെഡി കുറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി 10th ക്വസ്റ്റ്യൻ, വാട്ട് സ്പെഷ്യൽ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ആർ ഡിസ്പ്ലേഡ് ബൈ ദി ലീവ്സ് ഓഫ് C4 plants? How do they provide advantage over the structure of C3 plants? എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി കണ്ടതാണ് 10th ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഞാൻ എന്യൂമറേറ്റ് ചെയ്ത് വെക്കാം എന്താണ് സ്പെഷ്യൽ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ്. എന്താണ്? ഒന്നാമത്തെ കാര്യം, അവര് ക്രാൻസ് അനാറ്റമി കാണിക്കുന്നു. ക്രാൻസ് അനാറ്റമി കാണിക്കുമ്പോൾ ക്രാൻസ് അനാറ്റമിന്റെ പ്രത്യേകതകൾ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്താണ്. മീസോഫിൽ സെൽസ് എങ്ങനെയാണ്? കോൺസെൻട്രിക് ലെയേഴ്സിൽ അറൌണ്ട് വാസ്കുലർ ബണ്ടിൽസ്, ഹൗ ആർ ദേ അറേഞ്ച്ഡ്? ആൻഡ് വാസ്കുലർ ബണ്ടിൽസിനെ സറൗണ്ട് ചെയ്ത് ബണ്ടിൽ ഷീറ്റ് സെൽസ് വരുന്നു, അതിനെ സറൗണ്ട് ചെയ്ത് മീസോഫിൽ സെൽസ് വരുന്നു. ആൻഡ് അതിന്റെ ഡിഫറൻസസ് നമ്മൾ കണ്ടതാണ് ഓൾറെഡി. ട്രാൻസ് അനാറ്റമിനെ പറ്റി വേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ചോദിച്ചാലും ട്രാൻസ് അനാറ്റമി കാരണം ദേ ആർ ബെറ്റർ അഡാപ്റ്റഡ്. പെപ്കേസും റുബിസ്കോം എങ്ങനെയാണ് ഡിഫറെന്റ് സെൽസിൽ അറേഞ്ച്ഡ് ആൻഡ് മീസോഫിൽ സെൽസിൽ പെപ്കേസ് ഉണ്ട് ആൻഡ് ഇനീഷ്യൽ ഫിക്സേഷൻ നടക്കുന്നു. ആൻഡ് അതേസമയം എന്താണ്? ഇനീഷ്യൽ ഓർഗാനിക് ആസിഡ്സ് മീസോഫിൽ സെൽസിൽ ഫോം ചെയ്യുന്നു. ആൻഡ് ഈ അബണ്ടൻസ് ഓഫ് ഓർഗാനിക് ആസിഡ് ഇൻ ഏതില്? മീസോഫിൽ സെൽസ് ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? മേക്സ് ദം ടോളറന്റ് ടു സെലൈൻ കണ്ടീഷൻസ് ആൻഡ് അഡ്വേഴ്സ് കണ്ടീഷൻസ്. ഹൈ ടെമ്പറേച്ചറിൽ ദേ ആർ ബെറ്റർ അഡാപ്റ്റഡ്. കാരണം എന്താ? അതിലെ എൻസൈംസ് പെപ് കാർബോക്സിലേസും ഫോസ്ഫോപൈറുവിക് ഡൈകൈനേസും ഒക്കെ ഫങ്ഷണൽ ഓൺലി ഇൻ ഹൈ ടെമ്പറേച്ചേഴ്സ്. അപ്പൊ ഇത് തന്നെ ഇക്വേഷൻ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. ക്രാൻസ് അനാറ്റമി മീസോഫിൽ ബണ്ടിൽഷിപ്പിന്റെ പ്രത്യേകത, ദർ അഡാപ്റ്റേഷൻസ് ടു ലിവ് ഇൻ ഡ്രൈ ക്ലൈമറ്റ് ആൻഡ് അവരുടെ മീസോഫിൽ സെൽസിൽ ഓർഗാനിക് ആസിഡ് ഉണ്ടാവുന്നത് കൊണ്ട് ദേ ഹാവ് ഹൈ ടോളറൻസ് ടു സലൈൻ ആൻഡ് അഡ്വേഴ്സ് കണ്ടീഷൻസ്. ഇനി 11th ക്വസ്റ്റ്യൻ, നെയിം ദി 2 important enzymes of C4 pathway and explain their role in fixing CO2. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എൻസൈംസ്? ഒന്ന് RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് അല്ലെങ്കിൽ റുബിസ്കോ. സെക്കൻഡ് എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? പെപ് കാർബോക്സിലേസ്. their role in fixing CO2 ഏതാണ്? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഏതൊക്കെ സൈക്കിൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? C4 പാത്ത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് അഡ്വാൻറ്റേജസ് C4 പ്ലാന്റ്സും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ഇനി 12th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന
വൈ ഇസ് റുബിസ്കോ എൻസൈം ദി മോസ്റ്റ് അബണ്ടന്റ് എൻസൈം ഇൻ ദി വേൾഡ് എന്നാണ് ചോദിച്ചിരുന്നത്. എങ്ങനെയാണ് റുബിസ്കോ എന്തുകൊണ്ടായിരിക്കും മോസ്റ്റ് അബണ്ടന്റ് എൻസൈം ആയത്? കാരണം കാൽവിൻ സൈക്കിളിലെ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് കാർബൺ ഫിക്സേഷൻ നടക്കുന്നത് റുബിസ്കോ ആണ്. ആൻഡ് എല്ലാ ഗ്രീൻ പ്ലാന്റ്സിന്റെ മെജോറിറ്റി ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഗ്രീൻ പ്ലാന്റ്സ്, എല്ലാ ഗ്രീൻ പ്ലാന്റ്സും ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കാൽവിൻ സൈക്കിൾ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഈ കാൽവിൻ സൈക്കിൾ അണ്ടർഗോ ചെയ്യണമെങ്കിൽ എല്ലാ ഗ്രീൻ പ്ലാന്റ്സിനും എന്ത് വേണം? ഈ മെയിൻ എൻസൈം എന്തായാലും നെസസറി പ്രസന്റ് ആയിരിക്കണം. ആൻഡ് ഈ കാൽവിൻ സൈക്കിളിലെ ഗ്രീൻ പ്ലാന്റ്സ് മാത്രമല്ല, they are also in anoxygenic bacteria, photosynthesizing bacteria, oxygenic cyanobacteria, and ബാക്കിയുള്ള ചില ബാക്ടീരിയൽ സ്പീഷീസ് വിച്ച് കൺവേർട്ട് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഫിക്സേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ചെയ്യുന്ന ബാക്കിയുള്ള ബാക്ടീരിയൽ സ്പീഷീസും ഇത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ പ്രസന്റ് ഇൻ ഡൈനോഫ്ലജലേറ്റ്സ് എടുത്തു നോക്കിയാലും, പ്രോട്ടിസ്റ്റ് ആയ ഡൈനോഫ്ലജലേറ്റ്സ് എടുത്തു നോക്കിയാലും, യൂണിസെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ആൽഗെ എടുത്ത് നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ റുബിസ്കോ കാണാൻ പറ്റും, പ്രസന്റ് ആയിരിക്കും. അപ്പൊ റുബിസ്കോ എന്തുകൊണ്ടാണ് അബണ്ടന്റ് ആയത്? ആ ഫസ്റ്റ് കാൽവിൻ സൈക്കിൾ ഇമ്പോർട്ടൻസ് പറയാം. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാത്തിലും ബീറ്റ് ഗ്രീൻ പ്ലാന്റ്സ്, അനോക്സിനിക് ഫോട്ടോസിന്തസൈസിങ് ബാക്ടീരിയ, ഓക്സിജനിക് സൈനോബാക്ടീരിയ, ഡൈനോഫ്ലജലേറ്റ്സ്, യൂണിസെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ആൽഗയിൽ പോലും ഏതിന്റെ ആവശ്യമുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷന് റുബിസ്കോ ആവശ്യം ഉണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വൈ ഫോട്ടോ റെസ്പിറേഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ C4 പ്ലാന്റ്സ്. അപ്പോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും, ഫോട്ടോ റെസ്പിറേഷൻ എന്തുകൊണ്ടാണ് C3 നടക്കുന്നത്? കാരണം അവിടെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഹയർ ദാൻ CO2. പക്ഷെ C4 പ്ലാന്റ്സിൽ എങ്ങനെയുണ്ട്? വിത്തിൻ ദി സെൽ, വിത്തിൻ ബണ്ടിൽ ഷീറ്റ് ഒരു ഡീകാർബോക്സിലേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ഡീകാർബോക്സിലേഷൻ നടക്കുന്നത് കൊണ്ട് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇന്റേർണലി there is a rise in concentration within the cells for carbon dioxide. അപ്പൊ എപ്പോഴും ഇന്റേർണലി കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോബബ്ലി എന്തിനും ചാൻസ് ഇല്ല, ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇങ്ങനത്തെ സെൽസിൽ കൂടാൻ ചാൻസ് ഇല്ല. അപ്പൊ റുബിസ്കോ എന്ത് ആക്ടിവിറ്റി കാണിക്കില്ല? ഓക്സിജനൈസ് ആക്ടിവിറ്റി കാണിക്കില്ല. അപ്പൊ എന്ത് പറ്റും? ഈ ഹൈ ഇൻട്രാസെല്ലുലർ കോൺസെൻട്രേഷൻ ഓഫ് CO2 കാരണം എന്ത് പറ്റുന്നുണ്ട്? നമ്മുടെ ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടില്ല. ആൻഡ് ഇറ്റ് ഓൾസോ ഫങ്ഷൻസ് ആസ് എ പ്യോർ കാർബോക്സിലേസ് ആക്ടിവിറ്റി. അങ്ങനെ നോ ഫോട്ടോ റെസ്പിറേഷൻ ഏതില്? നമ്മുടെ C4 പ്ലാന്റ്സില്. 13th ക്വസ്റ്റ്യൻ ആൻസർ എന്താ? വിത്തിൻ ബണ്ടിൽ ഷീറ്റ് സെൽസ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നതുകൊണ്ട് there is always internal concentration of CO2 എടുത്ത് നോക്കിയാൽ ഹൈ ആയിരിക്കും, ഹൈ ഇൻട്രാസെല്ലുലർ കോൺസെൻട്രേഷൻ. പ്യോർ കാർബോക്സിലേസ് ആക്ടിവിറ്റി മാത്രമേ എപ്പോഴും റുബിസ്കോ കാണിക്കുള്ളൂ. thus no photo respiration. ഇത്രയാണ് 13th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതോടെ നമ്മുടെ ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ ഇസ് ഫിനിഷ്ഡ്. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ചാപ്റ്റർ. താങ്ക് യു.